നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത്. നമുക്ക് നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തിൽ വക്കീൽ നോട്ടീസ് കിട്ടിക്കഴിയുമ്പോൾ അതും പിടിച്ചോണ്ട് വല്ലാത്തൊരവസ്ഥയിലിരിക്കുവാണ് ശ്രീനിവാസന്. അതും വേദയാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്, തേറാട്ട് ശ്രീധരൻ കൊടുത്ത വക്കാലത്തിന്റെ പേരിൽ. അപ്പോഴേക്കും പുളിക്കൻ പറഞ്ഞു, സാറേ ഇത് പണിയാണല്ലോ എന്ന് പറയാണ്. സുധ പറഞ്ഞു, അപ്പൊ അവള് കളിക്കാൻ തുടങ്ങിയില്ലേ ശ്രീനേട്ടാ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇലക്ഷൻ സമയമായിപ്പോയി. കാരണം തേറാട്ട് ശ്രീധരൻ അറിയാം നമ്മളെ എങ്ങനെ പൂട്ടണമെന്ന്. ഈ ഇലക്ഷനിൽ ഒരു കാരണവശാലും ജയിക്കരുത്. ഇലക്ഷൻ സമയത്ത് തന്നെ എനിക്കിട്ട് പണി തരാൻ വേണ്ടിയിട്ടാണ് ശ്രീധരൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോഴേക്ക് സുധ പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യണമെന്ന് നോക്കാം നമുക്ക്. അല്ല എനിക്കൊരു പേടിയുണ്ട് സാറേ എന്ന് പുളിക്കൻ പറഞ്ഞു. എന്താടാ? അല്ല ആ വേദ മിക്കവാറും ശ്രീധരനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കോ? നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും അയാൾക്കറിയാവുന്ന, അയാൾ പലപ്പോഴും നമുക്കെതിരെ നീങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വേദ ചില്ലറ പുള്ളിയല്ലെന്നുള്ള കാര്യം അറിയാലോ. അവൾക്ക് കാഞ്ഞ ബുദ്ധിയാണ്. ഇത് കേട്ടപ്പം ശ്രീനിവാസൻ പറഞ്ഞു, ഇത്രയും കാലം ശ്രീനിവാസൻ കളിച്ച കളിയൊക്കെ ജയിച്ചിട്ടുള്ളൂ, ഇതങ്ങനെ തോറ്റു കൊടുക്കാണ്ടേന്ന് ഉദ്ദേശിച്ചിട്ടില്ല. അവള് വന്നെന്നോർത്തോണ്ട് എനിക്ക് അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണോ? അപ്പോഴേക്കും സുധ പറഞ്ഞു, അല്ല ഇത് വിക്രം ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കോ? വിക്രം അറിയാൻ ചാൻസ് കുറവാണ്. ചിലപ്പം വിക്രം അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. എന്ത് തന്നെയാണെങ്കിലും ശരി, നമുക്കിതിനെ നേരിട്ടേ മതിയാവുള്ളൂ. അല്ല ശ്രീനേട്ട, ഇത് ശ്രീനേട്ടൻ്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുന്ന കാര്യമാണോ? ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ രാഷ്ട്രീയ ജീവിതം തന്നെ തീർന്നു കൂട്ടിയാൽ മതി. പക്ഷെ അതിനൊരു കാരണവശാലും സമ്മതിച്ചുകൂടാ. ശ്രീനിവാസന് എന്ത് ചെയ്യുന്ന ഈ പറയുന്ന വേദയ്ക്കറിയില്ല. ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അല്ല ഈ ചക്രപാണി വക്കീലിൻ്റെ ഓഫീസിലല്ലേ വേദ ജോലി ചെയ്യുന്നേ? അയാളല്ലായിരുന്നു നമുക്ക് വേണ്ടുന്ന കേസുകളെല്ലാം വാദിച്ചുകൊണ്ടിരുന്നേ എന്നും പറഞ്ഞുകൊണ്ട് അയാൾക്ക് ആര് വക്കാലത്ത് കൊണ്ട് കൊടുക്കുന്നോ അയാൾ അതൊക്കെ ഏറ്റെടുക്കും. അതുകൊണ്ടായിരിക്കും വേദയെ ഏൽപ്പിച്ചിരിക്കുന്നത്. വേദം മിടിക്കുക ആള്. അവള് പലതും കണ്ടെത്താൻ ശ്രമിക്കും. അതെനിക്ക് പലപ്പോഴായിട്ട് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഇതങ്ങനെ വെറുതെ നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമല്ല. എത്രയും പെട്ടെന്ന് അവനെ ഇങ്ങോട്ട് വിളിക്കണം, വിക്രത്തെ. അവൻ അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ അവനോട് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഒടുവിൽ പുള്ളിക്കൻ വിക്രത്തെ വിളിക്കണം. വിക്രത്തെ വിളിച്ചിട്ട് എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണാനുണ്ടെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം, ശരി സാറേ, അല്ല ശരി പുള്ളിക്കാം, ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ടേക്ക് വന്നേക്കാന്ന് പറയണം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീനിവാസ് സാറിനെ കാണാനായിട്ട് വിക്രം ചെല്ലുവാണ്. വിക്രം ചെന്നിട്ട് ചോദിച്ചു, എന്താ സാറേ, എന്താ കാര്യം എന്താ? അത് പിന്നെ നിന്റെ ഭാര്യ ഉണ്ടല്ലോ വേദ, അവള് എനിക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു. വേദയോ? അവളെന്തിനാ സാറിനെതിരെ വക്കീൽ നോട്ടീസ് അയക്കുന്നത്? വിക്രത്തിന് ഭയങ്കര സംശയമായിരുന്നു. അതെന്താന്നോ? അതിന് തക്കതായ കാരണമുണ്ട്. കാരണം എന്ത് കാരണം? നീ ആ വക്കീൽ നോട്ടീസ് ഒന്ന് കണ്ടു നോക്കാം, അപ്പം നിനക്ക് മനസ്സിലാവും. വക്കീൽ നോട്ടീസ് എടുത്ത് കൊടുത്തു. അത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് കാര്യം എന്താണെന്ന് വെച്ചാൽ മനസ്സിലായി. ആ തേറാട് ശ്രീധരന് അന്ന് നീ അവനെ പൊക്കുമായിരുന്നെങ്കിൽ ഇന്നീ പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ലായിരുന്നു. സാറേ ഞാൻ പറഞ്ഞല്ലോ, അന്ന് അവൾ എനിക്കിട്ട് പണി തന്നാ. എടാ നിനക്കിട്ട് ശരിക്കും അവളിപ്പോൾ പണി തന്നുകൊണ്ടിരിക്കുക. നിന്നെ എന്നിൽ നിന്ന് അകറ്റാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സാറേ ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പോഴേക്ക് ശ്രീനിവാസൻ പറഞ്ഞു, അത്ര പെട്ടെന്നൊന്നും ഈ കേസ് ഊരിപ്പാനിട്ട് പറ്റുന്ന കാര്യമല്ല. തെളിവുകൾ കാര്യങ്ങളൊക്കെ ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഇലക്ഷൻ ഭാവി തന്നെ നശിച്ചു പോകും. അപ്പോഴേക്കും വിക്രം പറഞ്ഞേ, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല സാറേ, സാറ് ധൈര്യമായിട്ടിരിക്കുക. എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കിക്കോളാം. എടാ നീ മലയ്ക്ക് പോകാൻ മാല ഇട്ടിരിക്കുമല്ലേ, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. ഞാൻ മലയ്ക്ക് പോയിട്ട് വന്നാൽ സാറിൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. എനിക്കറിയാൻ നോക്കാനായിട്ട്. തേറാട്ട് ശ്രീധരൻ്റെ കാര്യമില്ലേ, അവനെ നമുക്ക് ഒതുക്കാം. പിന്നെ ഒരു പ്രശ്നമില്ലല്ലോ. അത് വേണം, അത് തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നൊക്കെ വിക്രത്തോട് ശ്രീനിവാസൻ എങ്ങനെ പറയണം. അങ്ങനെ വിക്രം അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ വേദയോട് ഈ കേസുമായിട്ട് മുന്നോട്ട് പോവരുത്, വക്കാലത്തിൽ നിന്ന് ഒഴിയണമെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ പോയി നീ വേദയോട് പറയണമെന്നൊക്കെ. അപ്പോൾ വിക്രം ആ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് വേദയെ കാണാൻ തന്നെ തീരുമാനിച്ചു. ഈ സമയത്ത് വേദ ശ്രീജയം കൂട്ടിക്കൊണ്ട് നേരെ ഒരു ലോണിൻ്റെ കാര്യത്തിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ വേദയുടെ മനസ്സിൽ ചില ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. പലരുടെയും പല കള്ളത്തരങ്ങളും പുറത്ത് കൊണ്ടുവരിക തന്നെ വേണം. അപ്പോൾ ശ്രീജയോട് ഒരുങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ശ്രീജയം കൊണ്ട് വേദ നേരെ ലോണൊക്കെ കിട്ടുന്ന ത്തേക്ക് പോകണം. അപ്പോൾ ലോൺ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബാങ്കിൻ്റെ സഹായം തേടുവാണ്. അങ്ങനെ അവിടെ പോയി ബാങ്കുകാരോട് സംസാരിച്ചു. ലോണിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട്, ഒരു ചെറിയ വ്യവസായത്തിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞു. തവണകളൊക്കെ മുടങ്ങാതെ അടച്ചോളാം എന്നൊക്കെ പറയണം. അങ്ങനെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുക. വേദിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതോടൊപ്പം അതിനേക്കാളും സന്തോഷമായിരുന്നു ശ്രീജയ്ക്ക്. കാരണം ഇത്രയും കാലം താൻ ആ വീട്ടിലൊരു ജോലിക്കാരിയെ പോലെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. തനിക്കൊരു നല്ല കാലം വരാൻ പോവാണ് എന്നൊരു ചിന്തയുണ്ടായി. പക്ഷേ ഈ സമയത്തെല്ലാം നന്ദിനി ഭയങ്കര ടെൻഷനിലായിരുന്നു. എന്തിനായിരിക്കും ശ്രീജേടത്തെയും വിളിച്ചുകൊണ്ട് വേദ പോയത്?
എന്തോ ഒരു പ്ലാനും പദ്ധതികളും ഉണ്ട്. പക്ഷെ കമലയോട് പോയി ചോദിക്കാനും പറ്റില്ല. കമലയോട് ചോദിച്ചാൽ അറിയാമെങ്കിലും പറയത്തില്ല. അല്ലെങ്കിലും അമ്മയോട് പറഞ്ഞിട്ടാണ് ഇവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എന്താന്ന് കണ്ടുപിടിക്കുക തന്നെ വേണം എന്നൊരു ചിന്തയും കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ വേദ ശ്രീജയും കൂട്ടി ബാങ്കിലൊക്കെ പോയിട്ട് ശ്രീജ വീട്ടിലേക്ക് പോന്നു. വേദ നേരെ വക്കീൽ ഓഫീസിലേക്ക് പോവാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനുമാണ് വിക്രം വേദയെ കാണാനായിട്ട് വരുന്നത്. അങ്ങനെ വേദ ഇറങ്ങി ചെന്നിട്ട് ചോദിച്ചു, എന്താ വിക്രസ്വാമി പതിവില്ലാത്ത വണ്ണം എന്നെ കാണാൻ വന്നിരിക്കുന്നത്? വേദയ്ക്കറിയാം വക്കീൽ നോട്ടീസ് കൈപ്പറ്റി കഴിഞ്ഞോ ഉറപ്പായിട്ട് ശ്രീനിവാസൻ വെറുതെ ഇരിക്കില്ല, വിക്രത്തെ സ്വാധീനിക്കും. തന്നോട് വിക്രം വന്ന് കാര്യങ്ങൾ തിരക്കുകയും ചെയ്യുന്നറിയാം. അതൊക്കെ നേരത്തെ മുൻകൂർ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് വേദ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു, അത് പിന്നെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് എന്ന് പറയണേ. കാര്യങ്ങൾ എന്താന്ന് പറഞ്ഞോ. വിക്രസ്വാമിക്ക് എന്തുള്ളൂ എന്നോട് ചോദിക്കുകയോ പറയുകയോ ചെയ്യാലോ. അത് നീ ഇതെന്തു ഭാവിച്ച വേദ? എന്താ നീ എന്തിനാ ശ്രീനിവാസ് സാറിനെതിരെ വക്കാലത്ത് ഏറ്റെടുത്തിരിക്കുന്നത്? അതോ, ഞാനൊരു വക്കീലല്ലേ വിക്രസ്വാമി, അപ്പൊ പിന്നെ വക്കാലത്ത് ഏറ്റെടുക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ ചക്രപാണി വക്കീലിന്റെ ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. വക്കീലാണ് ഈ കേസ് എന്നോട് ഏറ്റെടുക്കാൻ പറഞ്ഞേ. പോരാത്തിന് തേരട് ശ്രീധര സാറിന്റെ കേസുമാണ്. എനിക്ക് ആ സാറിനോട് ഭയങ്കര ബഹുമാനം, മുമ്പ് തൊട്ട് അങ്ങനെയായിരുന്നു. ആ സാറിന്റെ ഒരു ഇന്റർവ്യൂ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പോയിട്ടുണ്ട്. എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയാവോ? അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വക്കാലത്ത് ഏറ്റെടുക്കാന്ന് പറഞ്ഞാൽ അത് എന്നെയെന്നല്ല ഏതൊരു വക്കീലിനെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി അഭിമാനം തന്നെയാണ്. വേദ, വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചെയ്ത് തലയുണ്ട. നീ ആർക്കെതിരെ വക്കാലത്ത് ഏറ്റെടുത്തിരിക്കുന്ന അറിയാവോ? ശ്രീനി സാറിനെതിരെയാ. അതെന്താ, ശ്രീനി സാറിന് കൊമ്പുണ്ടോ? നിന്റെ വലയിലൊന്നും കുടുങ്ങുന്നതല്ല ഈ പറയുന്ന ശ്രീനി സാറ്. ഓ അങ്ങനെയാണല്ലേ. അതെ എൻ്റെ വിക്രസ്വാമി, നമ്മൾ പിടിക്കുമ്പോൾ ഈ നത്തോലിയൊക്കെ പിടിച്ചിട്ട് എന്ത് കിട്ടാനാ? പിടിക്കുമ്പോൾ നല്ലൊരു കൊമ്പൻ തിങ്കളത്തെ തന്നെ പിടിക്കണം, ഒരു സ്രാവിനെ തന്നെ പിടിച്ചിട്ടേ കാര്യമുള്ളൂ. അല്ല ചുമ്മാ നമ്മൾ ഈ നത്തോലിയെ പിടിച്ചിട്ട് കാര്യമില്ല. എനിക്ക് അങ്ങനെ പിടിക്കാനാണ് എനിക്ക് പണ്ട് തൊട്ട് താല്പര്യം. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, വേദ എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ല, ഇത് അപകടമാണ്. ശ്രീനി സാറിനോട് കളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ശരിയാകത്തില്ല കാര്യങ്ങളൊക്കെ. അത് വെറും വിക്രസ്വാമിയുടെ തോന്നൽ മാത്രമല്ലേ. ഈ ശ്രീനി സാറിനൊക്കെ ഒരു വിചാരമുണ്ട്, അയാളൊക്കെ ഇങ്ങനെ മനസ്സിൽ ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തും നടക്കുമെന്ന്. പക്ഷെ അതൊക്കെ വെറുതെയാ. ചിലപ്പോൾ ഇപ്പോൾ പേടിയായി കാണും ഒരിക്കലും വക്കീൽ നോട്ടീസ് എന്ന് കഴിയുമ്പോഴത്തേനും. തെറ്റ് ചെയ്യുന്നവർ ഭയന്നാ പോരെ. അല്ല, നിങ്ങളുടെ ശ്രീനി സാർ തെറ്റും ചെയ്യാത്ത പുണ്യാളനാണെന്നല്ലേ വിക്രസ്വാമി പറയുന്നേ. അങ്ങനെയാണ് പിന്നെ ശ്രീനി സാർ എന്താ പേടിക്കുന്നേ? ഈ തേറാട് ശ്രീധരൻ കൊണ്ടുവന്നൊരു വക്കാലത്ത് തന്ന പോലെ അതിനകത്ത് പറയുന്ന കാര്യങ്ങളൊന്നും സത്യം അല്ലെങ്കിൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. അന്ന് അവിടെ ട്രേഡ് യൂണിയൻ്റെ നേതാക്കന്മാർ തമ്മിൽ കുറേ പ്രശ്നങ്ങളും കാര്യമൊക്കെ ഉണ്ടായി. പിന്നെ ലോഡിങ് അൺലോഡിങ്ങുകാരും തമ്മിൽ പ്രശ്നമുണ്ടായി. ആ സമയത്ത് ശ്രീനി സാറിൻ്റെ ഇടപെടൽ അതിനകത്തില്ലെങ്കിൽ പിന്നെ സാറ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വിക്രസ്വാമിക്ക് പറയാൻ വരായിരുന്നോ പേടിക്കേണ്ടെന്ന്? ഇത് കേട്ടതും വിക്രം പറഞ്ഞു, നീ എന്നെ കളിയാക്കുവാണോ? കളിയാക്കിയതല്ല, ഉള്ള കാര്യം ഞാനൊരു കാര്യം പറഞ്ഞ അറിയാലോ. ഞാൻ എത്ര വലിയവനാണെങ്കിലും അവനെ പൂട്ടുമെന്ന് പറഞ്ഞാൽ പൂട്ടും. എനിക്ക് വലിപ്പ ചെറുപ്പമൊന്നുമില്ല. പിന്നെ നേരെ പോന്നുള്ള പ്രകൃതിക്കാരിയെ ഞാനെന്നറിയാലോ. ഇത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, ഇത് അപകടക്കളിയെ, എത്ര അപകടക്കളിയാണെങ്കിലും ശരി. ഇനി നിങ്ങളുടെ ശ്രീനി സാറ് വിളിക്കുവാണേ വിക്രസ്വാമി ഒന്ന് പറഞ്ഞേരെ. വേദ ഒരു കാര്യം തീരുമാനിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നോട്ടില്ല. എന്നെ സ്വാധീനിക്കാനായിട്ട് ഇങ്ങനെ ആളെ വരണ്ടെന്ന്. അല്ല, ഞാൻ എന്നെ വന്നെന്ന് ആര് പറഞ്ഞു? എനിക്കറിയാലോ. നിങ്ങളുടെ ശ്രീനി സാറ് വിളിച്ച് നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണും. അത് പ്രകാരം നിങ്ങളിങ്ങോട്ട് വന്നേന്ന്. പക്ഷേ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല വിക്രസ്വാമി, ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ല. ഞാനൊരു കേസ് ഏറ്റെടുത്ത തന്നെയാണ്. പിന്നെ ഈ പറയുന്ന ശ്രീനിവാസനിൽ നിന്ന് വിക്രസ്വാമിയെ ഞാൻ മോചിപ്പിക്കുന്നു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ അമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. അത് അധികം വൈകാതെ തന്നെ. ഈ ശ്രീനിവാസന്റെ കള്ളത്തരങ്ങളൊക്കെ ഞാൻ പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അത് കേട്ടോ വിക്രം പറഞ്ഞു, വേദ അതൊന്നും വേണ്ട കേട്ടോ. വേണ്ട പോലും. അല്ല, മാലയിട്ട് കഴിയുമ്പോൾ കള്ളത്തരം പറയലെന്നല്ലേ പറയണേ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ മുമ്പത്തെ ഒരു മയക്കുമരുന്ന് കേസ് ഉണ്ടല്ലോ, അച്ഛൻ്റെ ബാഗിനകത്ത് കൊണ്ടുപോയി മയക്കുമരുന്ന് വെച്ച് നിങ്ങളാന്നും പറഞ്ഞുകൊണ്ട് 6-7 വർഷക്കാലം നിങ്ങൾ ജയിൽ ശിക്ഷ അനുഭവിച്ചു. സത്യം പറ, അന്ന് ആരാ അത് ചെയ്തതെന്ന് ചോദിക്കുകയാണ്. വിക്രം പറഞ്ഞു, അത് പിന്നെ ഞാൻ അറിയത്തില്ല എന്ന് മാത്രം പറയരുത്. കാരണം മാലയിട്ട് കഴിയുമ്പോൾ കള്ളത്തരം പറയലെന്നല്ലേ പറയണേ. നിങ്ങൾക്കറിയാതെ ആരാ ചെയ്തതെന്ന്. നിങ്ങൾ മനഃപൂർവ്വം അത് ഒളിച്ചു വെച്ചിരിക്കുക. പിന്നെ അത് ആരാ എങ്ങനെയാണ് ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ചില വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് കേട്ടം വിക്രം ഒരു ഞെട്ടലോടുകൂടി വേദയെ നോക്കുകയാണ്. അപ്പോഴേക്കും വേദ പറഞ്ഞു, നമുക്ക് നോക്കാം. തെളിവുകളൊക്കെ ഇനിയിപ്പം വിക്രസ്വാമിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്നോട്. സാരമില്ല, ഞാനിത് കണ്ടുപിടിച്ചോളാം, തെളിവുകളൊക്കെ വെച്ച് ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞു. വിക്രം വല്ലാത്തൊരു ഞെട്ടലോടുകൂടി അവിടെ നിന്ന് ഇറങ്ങുന്നേ. കാരണം വേദ ഒരു കാര്യം ഇറങ്ങിയത് തന്നെയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേനും വിനായകൻ വേദയെ കാണാൻ വരുന്നേ. അപ്പോൾ വിനായകനെ വക്കീൽ ഓഫീസിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു വരാൻ പറഞ്ഞിട്ട്. അങ്ങനെ വിനായകൻ വന്നു. വിനായകൻ വന്നിട്ട് വേദ ചോദിച്ചു, അല്ല വേദ, നീ എന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്താ കാര്യം എന്താ? അതൊരു കാര്യമാണ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വിളിപ്പിച്ച.
എന്ത് കാര്യങ്ങൾ? അത് പിന്നെ ഉണ്ടല്ലോ, കുറേ കാലം മുമ്പ് വിക്രത്തിനെ മയക്കുമരുന്ന് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തില്ലായിരുന്നോ? അച്ഛൻ്റെ ഭാഗ്യനകത്ത് മയക്കുമരുന്ന് വെച്ച കേസിൽ. അല്ല, വിനയേട്ടനറിയാവോ അതാരാ ചെയ്തതെന്ന്? ഒരു നിമിഷം വിനായകൻ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. എന്തു പറയണമെന്ന് അറിയില്ലാതെ പെട്ടുപോയല്ലോ എന്നൊരു ചിന്ത മനസ്സിലുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.